രാവിലെ ടോയ്ലറ്റ് ആണല്ലോ കാണുന്നത്. ഇവരെവിടെ രാത്രി വണ്ടിയൊക്കെ കൊണ്ട് ആണോ? ഏതൊക്കെയല്ല ഇവിടെ ഒരു വേസ്റ്റ് ബിൻ ഉണ്ട്. നമുക്ക് ഈ വേസ്റ്റ് എല്ലാം കൂടെ അവിടെ കൊണ്ടിട്ടേക്കാം. വൈൽഡ് ലൈഫ് കോറിഡോർ, ഡ്രൈവ് വിത്ത് കെയർ. നമ്മൾ ഇന്നലെ ഈ കിടന്ന സ്ഥലമേ പെഞ്ച് ടൈഗർ റിസർവാ. അത് മഹാരാഷ്ട്രയുടെ ഭാഗത്താണ് കിടന്നത്. ഇനിയിപ്പോ ഉടനെ തന്നെ നമ്മള് മധ്യപ്രദേശിലേക്ക് കയറും. ഉണ്ട്. ഇവിടെ കുറെ സഫാരിയും മറ്റേ ഇതിനകത്ത് സ്റ്റേ ഒക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ അവിടുത്തെ വനം പോലെ അങ്ങ് വലിയ മരങ്ങളും അങ്ങനത്തെ അത്രയങ്ങ് ഇല്ല. ഇതുണ്ട് ഈ വനത്തിനകത്ത് ഇതുപോലെ ചില ഏരിയകളിൽ ചെറിയ ചെറിയ ഗ്രാമങ്ങളുണ്ട്. വണ്ടി ബ്രേക്ക് ഡൗൺ ആയതാ, അതിനടിയിൽ കയറി കിടക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ അപകടങ്ങൾ ഓരോന്നും ക്ഷണിച്ചു വരുത്തുക. അതെ, ഇത് ചെറിയൊരു ഗാവാണ്. നമുക്ക് എന്തെങ്കിലും പച്ചക്കറിയോ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങണമെങ്കിൽ ഇവിടുന്ന് മേടിക്കാം. അപ്പോൾ പുത്തേ ട്രാവലോഗിന്റെ ഹിമാചൽ രാജസ്ഥാൻ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള ടു കിങ്ഡംസ് ആൻഡ് മൗണ്ടൻസ്. ഫ്രം കേരള backwaters to Rajasthan's deserts and Himal's peaks. ഇത് ഈ വനത്തിനകത്ത് തന്നെയുള്ള ചെറിയൊരു ഗ്രാമത്തിലെ ഒരു മസ്ജിദാണ്. ഇതെന്തോ ഒരു പ്രത്യേകതയുള്ള പള്ളിയാണെന്ന് തോന്നുന്നു. ഒത്തിരി വലുതുമാണ് താനും. ആൾക്കാരൊക്കെ കൂടുതൽ വരുന്നത് കാണാം ഇതിൽ പോകുമ്പോൾ. വാരണാസി 647 കിലോമീറ്റർ, ശ്രീനഗർ 1832, NH44. അമ്മായി, ഇത് വൈൽഡ് ലൈഫ് കോറിഡോർ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ രണ്ട് സൈഡും വനമാണ്. അപ്പം മൃഗങ്ങൾക്ക് ഇതിൽ കൂടെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പാലമാണ്. പിന്നെ ഈ സൈഡെല്ലാം മറച്ചു വെച്ചേക്കുന്നത് കണ്ടോ, മൃഗങ്ങളൊന്നും റോഡിലോട്ട് വരാതെ റോഡിലേക്ക് ചാടി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആന കൂടുതലുണ്ടോന്ന് അറിയത്തില്ല. പുലിയൊക്കെ ഉള്ളതാ. വലിയ വനമാണ്. ആനയും കാണും. എന്നാന്നറിയാം, നമ്മൾ ഇന്നാള് വന്നപ്പോ ചോദിച്ചില്ലേ അവിടെ ആ ഒരു ഈ ഇതിനകത്ത് ഫോറസ്റ്റ് സ്റ്റേ ചെയ്യുന്നവരുടെ നമ്മൾ നാളെ ചോദിച്ചപ്പോ അവര് പറഞ്ഞില്ലേ ആനയൊക്കെ അവിടെ വരുന്ന. ശരിയാ. ഹൈവേയിൽ കണ്ടോ നമ്മള് ലോറികൾ മാത്രമേ ഉള്ളൂ. കാറുകളൊക്കെ വല്ലപ്പോഴും ഓരോന്നല്ലേ കാണുന്നുള്ളൂ. കുറവാ കാറൊക്കെ. ബൈക്ക് എടുക്കാനാ ആളുണ്ടോ പറയില്ലേ? അതെ, ഓപ്പണായി. ഇതുണ്ടോ, ഒരു ആക്സിഡന്റ് ആയ വണ്ടിയാ. 407 കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ സ്ഥലമാണ് കവാസ. അവിടെ ചിക്കൻ കടയുണ്ട്. വേണേ കുറച്ച് ചിക്കൻ മേടിച്ചു വെക്കാം. ഇനി അല്ലെങ്കിൽ അങ്ങോട്ടുണ്ടല്ലോ മധ്യപ്രദേശിൽ, അല്ലെങ്കിൽ പിന്നെ തപ്പി നടക്കണം, കുറവായിരിക്കും കിട്ടുന്നത്. അതെ അതെ. നാടൻ കോഴിയുണ്ട്, ബ്രോയിലറും ഉണ്ട്. അതിൻ്റെ നാടൻ കോഴി വയ്ക്കാം. നോക്കി ക്രോസ് ചെയ്യണം വണ്ടി. ഇവിടെ നാടൻ കോഴിയുണ്ട്, കരിങ്കോഴിയുണ്ട്, പിന്നെ ഈ വെളുത്ത കോഴിയില്ല, അതും ബ്രോയിലർ അല്ല, വേറെ ഏതോ. അതിന് ബ്രോയിലർ എന്ന് പറഞ്ഞാൽ തനി ബ്രോയിലർ അല്ല നമ്മൾ ഇന്നാളെ മധ്യപ്രദേശ് വെച്ച് അന്ന് മേടിച്ച ഓർക്കുന്നുണ്ടോ? അപ്പൊ അത് അതിന് 250 രൂപ ആ വെള്ള പൂവന് ഒരെണ്ണത്തിന്. അതോ കിലോയ്ക്ക്? ഒരു കിലോയ്ക്ക്. ആ കരിങ്കോഴിയാ മോളിൽ നിൽക്കുന്നത്. അതിന് കിലോയ്ക്ക് 1200 രൂപ. ഒരു കിലോയ്ക്ക് 1200. ഇത് താഴെ നിൽക്കുന്ന നാടൻ കോഴിക്ക് കിലോയ്ക്ക് 600 രൂപ. കിലോയാ അത്. കരിങ്കോഴിക്കല്ലേ വില കൂടുതല. കരിങ്കോഴിക്ക് ഔഷധ ഗുണം ഉണ്ടെന്നൊക്കെ പറയുന്നത്. മുട്ടയൊക്കെ നല്ല മുട്ട കിട്ടുമെന്ന് ചോദിക്കാം. കരിങ്കോഴി മേടിക്കാന്നല്ലേ? കരിങ്കോഴിയും ആ വെള്ളയും കൂടെ മേടിക്കും. പിന്നെ അങ്ങോട്ട് പോയി കിട്ടുന്നില്ല. കിട്ടും, അവിടെയും കിട്ടും. കിട്ടുകയൊന്നുമില്ല. പിന്നെ എല്ലായിടത്തും സുലഭമായിട്ട് കിട്ടുകയില്ല. അതാ ഇതുണ്ടോ കോഴിയെ? ഇത് നാടൻ കോഴിയാ. പൂവൻ അതിലേ നടക്കുന്നത്. പോവല്ലേ? ഇതിനെ തട്ടാനാന്ന് ഇതിനെ അറിയാലോ. പിന്നെ അല്ലാതെ പോവുകയല്ലേ? അതേ ഇതുണ്ടോ, ഇതേ നടക്കുന്നു. ഇറങ്ങി നടക്കുന്ന പൂവനെ പിടിക്കാനുള്ള ഐഡിയ കണ്ടോ? കൂട്ടിക്കിടന്ന ഒരെണ്ണത്തിനെ കൊണ്ട് കണ്ടിട്ട് ഉടനെ അതേ വരിക. ഇനി കൊത്തുകൂടുക അവിടെ. അന്നേരം പിടിച്ചോ. അടുത്ത ഒരാളെയും കൂടെ പിടിച്ചാ. അത് രണ്ടും നമുക്കുള്ളതാണ്. ഒരു കരിങ്കോഴിയെ മേടിച്ചു. 2 നാടൻ കോഴിയും ഒരു കരിങ്കോഴിയും വാങ്ങിയിട്ടുണ്ട്. വെയിറ്റ് അധികമൊന്നുമില്ല. എല്ലാം കുറച്ചേ കാണുള്ളൂ. 1 കിലോ 1/2 കിലോ. 1.5 ഇല്ല, 1 300 1 400 ഒക്കെ. 1 300 ഉള്ളൂ. ഒരു 10 നാടൻ മുട്ടയും വന്നിട്ടുണ്ട്. 10 കിട്ടിയുള്ളൂ. 10 ഉള്ളൂ. ചിലപ്പം കുറച്ചു നേരം ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും ചിലപ്പോൾ 4 കൂടെ കിട്ടുമെന്ന് പറഞ്ഞു. മുട്ട ഇടുന്ന എടുത്തോണ്ട് വരുമായിരിക്കും. അവര് ഇറച്ചിയെല്ലാം കൊന്നിട്ട് അതിനെല്ലാം കഴുകി നല്ല ക്ലിയർ ആയിട്ടാണ്. അത് തന്നെ അല്ല, തൊലി പൊളിക്കാത്തതുകൊണ്ട് സ്റ്റവൊക്കെ ഉണ്ട്, വക്കിയൊക്കെ എടുക്കുന്നത്. ചൂടുവെള്ളത്തിലിട്ട് തൊലി പൊളിച്ച് പപ്പ് പൊളിച്ച് അങ്ങനെയൊക്കെ. ഈ പെഞ്ച് ടൈഗർ റിസർവില്ലേ, മറ്റേ സഫാരിക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതിപ്പോ നമ്മൾ കണ്ടില്ല, അപ്പുറം ആ ഗേറ്റ് ഉണ്ടല്ലോ. അതിൽ പോയാൽ നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് പോവാണെങ്കിൽ ഇതുവഴി വരുമ്പം ലോറിയും കൊണ്ട് വരുമ്പോഴേ നടക്കല്ല. അപ്പൊ
ഇപ്പോഴാണെങ്കിൽ പിള്ളേരും ഉണ്ട്, നമുക്ക് എന്നാ വേണം നമുക്ക് ഇന്ന് വേണമെങ്കിൽ അങ്ങനെ അതൊന്ന് കറങ്ങിയിട്ട് പോവാം. 2 മണിക്കോ 3 മണിക്കോ കണ്ടിട്ട് 3-4 ഗേറ്റ് ഉണ്ട്. ഏത് ഗേറ്റിൽ കൂടെ വേണേലും എന്നാൽ ടിക്കറ്റ് കിട്ടുമെന്ന് ഞാൻ ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു. അങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്താലോ? പിന്നെ ചോറും ഒക്കെ ഉണ്ടേച്ചല് ചിക്കനൊക്കെ മേടിച്ച് ഫ്രിഡ്ജിൽ വെക്കാം. അതെ, എന്നിട്ട് ചോറൊക്കെ ഉള്ള കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് നമുക്ക് വൈകുന്നേരം സഫാരിക്ക് പോവാം. വൈകുന്നേരം കറി വെക്കാം. ഇതെല്ലാം ഫോറസ്റ്റിനകത്ത് സഫാരി കൊണ്ടുവന്ന വണ്ടികളാണ്, ഫോഴ്സിൻ്റെ വണ്ടിയാണ്. അപ്പോൾ 3 മണിയാകുമ്പോഴത്തേക്കുമാണ് സഫാരിക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവരെല്ലാം അങ്ങോട്ട് ചെല്ലും. വണ്ടി പ്രൈവറ്റ് വണ്ടികളാണ്, പക്ഷേ ഫോറസ്റ്റിൻ്റെ കീഴിലാണ് ഇത് ഓടുന്നത്. പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ വേറെ വ്യക്തികളുടെ വണ്ടിയാണ്. ഇപ്പോൾ കുറേ വണ്ടികളുണ്ട്. ഇപ്പോൾ ജിപ്സിയൊക്കെ ഉണ്ട് അവിടെ. ജിപ്സിയിൽ 5 പേര് 6 പേര് വരെ പോകാം. ഈ വണ്ടിയിൽ അതിൽ കൂടുതൽ പോകാൻ തോന്നുന്നു. 2, 4, 6, 7 പേര്, 7-8 പേരൊക്കെ ആയിരിക്കും. അപ്പോൾ അത് ചിക്കന് മേടിച്ച് കുറച്ച് മുട്ടയും കിട്ടിയിട്ടുണ്ട്. പൊന്നോ, ഈ വണ്ടിയിലെ ലോഡ് എന്നാണെന്നറിയാമോ? എനിക്കറിയത്തില്ല. ബീഡിയല. ഇവിടെ മധ്യപ്രദേശിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഛത്തീസ്ഗഡ് അല്ല, ഛത്തീസ്ഗഡിൽ നിന്നൊക്കെ വരുന്ന. അപ്പോൾ നമ്മൾ ഇവിടുന്ന് തന്നെ വണ്ടി തിരിച്ചു. അപ്പം നമ്മൾ ജംഗിൾ സഫാരിക്ക് പോയി. ഇവിടെ അടുത്ത് തന്നെയാണ്, 1 കിലോമീറ്ററേ ഉള്ളൂ ഗേറ്റിലേക്ക്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് കിട്ടുമോ നോക്കാൻ പോവാം. പെഞ്ച് ടൈഗർ റിസർവ്. വെൽക്കം ടു പെഞ്ച് ടൈഗർ റിസർവ്. ഇത് വനമാണ്, പക്ഷെ വനത്തിനകത്തൊക്കെ ഒരുപാട് ഗ്രാമങ്ങളും ഉണ്ട്. ഇതിനകത്തും ഉണ്ടല്ലേ? ഇവിടെ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ നമ്മുടെ വണ്ടി നമ്പരും ഡ്രൈവറുടെ പേരും എല്ലാം എൻട്രി ചെയ്തിട്ട് വേണം ഉള്ളിലേക്ക് കയറിപ്പോകാൻ. ഇതുണ്ട്, ഇതൊക്കെ അങ്ങോട്ടൊക്കെ അതിലെല്ലാം സവാരി കൊണ്ടുപോകുന്ന വഴിയാണ് കേട്ടോ. കവാസ ഗേറ്റ്, നമ്മൾ ഈ കവാസ ഗേറ്റിലാണ് ഇവിടെ കയറി കേട്ടോ. ഇതുപോലെ ഓരോ ഗേറ്റിനും ഓരോ പേരാ. ലെഫ്റ്റിലേക്ക് പോട്ടെ. അതാ അപ്പുറത്തെ മൗദി ഗേറ്റ്. അതെ, കുറെ ഗേറ്റ് അവിടെ ഇല്ലായിരുന്നോ, എഴുതിയിട്ടില്ലായിരുന്നു. അതാ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കുന്നിടത്ത് എത്തി. അപ്പോൾ ഇതെല്ലാം ജംഗിൾ സഫാരി പോകുന്ന വണ്ടികളാണ്. എത്ര വണ്ടികളാണെന്ന് നോക്കിയേ. മങ്കീസൊക്കെ ഒത്തിരി ഉണ്ട് നോക്കിയേ. സിംഹവാലൻ കുരങ്ങുകളാണ്. എന്നാൽ ഓടി പോകുന്നത് കാണാൻ നല്ല രസമാണ്. എന്നാ സ്പീഡിലാണ് പോകുന്നത്. എന്താ എത്ര പേരാന്ന് നോക്കി. അതെ, ഓൺലൈൻ ടിക്കറ്റ് ഫുള്ളായി. അപ്പൊ 2 പേര് ഇനിയിപ്പോ ഷെയറിംഗ് ടിക്കറ്റേ ഉള്ളൂ. അപ്പൊ 2 പേര് വേറെ വണ്ടിയിൽ പോകണം. അങ്ങനെയാണ് ഞാനും മുന്നും വേറെ വണ്ടി വരാം. അങ്ങനെയാണോ നിങ്ങൾ വേറെ വണ്ടി പോക്കോ, ഞങ്ങൾ ഇതേപ്പോ. അതിനാന്ന് വെച്ചാൽ ഇന്ന് നല്ല തിരക്കുണ്ടെന്ന്. അത് അവിടെ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞ എപ്പം വന്നാലും ഇവിടെ ടിക്കറ്റ് കിട്ടുമെന്നാണ് പറഞ്ഞു. ഇന്ന് ചിലപ്പോൾ തിരക്കുണ്ടാവും, ആൾക്കാരുണ്ടല്ലോ. ഇത് ഇവിടുത്തെ ജംഗിൾ കിച്ചണ ബൂറ്റി. ചായയൊക്കെ ഉള്ളൂ, ചായയും കാപ്പിയൊക്കെ ഉള്ളെന്ന് തോന്നുന്നു. സ്നാക്സൊക്കെ ഉണ്ട്. ചായ വണ്ടികളൊക്കെ ഇഷ്ടം പോലെ പിന്നെയും വരുന്നുണ്ട്. അതെ, ടിക്കറ്റ് കുറച്ച് നേരം നമ്മളോട് വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഓൺലൈൻ ഫുള്ളായിരുന്നല്ലോ, പക്ഷേ ഇവിടെ അല്ലാതെ ടിക്കറ്റ് കിട്ടുമായിരുന്നു. ഇന്ന് തിരക്കുള്ളതുകൊണ്ട് വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. നോക്കട്ടെന്ന്. ഒത്തിരി ആൾക്കാരെയൊന്നും കാണുന്നില്ല അവിടെ, ആകെ കുറച്ച് പേര് നിൽക്കേ ഉള്ളൂ. നിൽക്കുന്ന ആൾക്കാരുടെ വണ്ടി വെച്ച് നോക്കുമ്പോൾ നിൽക്കുന്ന ആൾക്കാർ അത്ര ആള് കുറവാ. ചിലപ്പോൾ എന്നാന്ന് പറയാം, ഓരോരുത്തർ ഓരോ വണ്ടിയായിട്ട് ബുക്ക്ഡായി പോയി. ഇനി ഷെയറിങ് അല്ലാണ്ട് വരണമെന്ന് ഇവര് പറഞ്ഞേ. ഫുൾ വണ്ടി ബുക്കായി പോയി ഓൾറെഡി. 3-4 പേരുള്ള ഒരു വണ്ടി എന്നുള്ള രീതിയിൽ ബുക്കായി. അത് തന്നെയല്ലേ ഇവിടെയൊക്കെ റിസോർട്ടുകളുണ്ട്. അപ്പോൾ റിസോർട്ടുകാരും അങ്ങനെയൊക്കെ ബുക്ക് ചെയ്യുമല്ലോ. ഇനി ആൾക്കാർ വരാനുണ്ടാവും. ഇന്ന് അവധി ദിവസം ആയതുകൊണ്ടാണ്. അപ്പോൾ അതേ സവാരി പോകാൻ തുടങ്ങി. ചില വണ്ടികളൊക്കെ 2 പേരൊക്കെ ഉള്ളു. അത് ഫുൾ വിളിച്ചുകൊണ്ട് പോകുന്ന വണ്ടികളാണ്. ഇതേലാളുണ്ട്. അവരോട് ചോദിച്ചാൽ മതിയായിരുന്നല്ലോ നമ്മളെ കൂടെ കയറ്റുമെന്ന്. അല്ല, ടിക്കറ്റ് കിട്ടുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിലെ ഒരാൾ ഗൈഡാണ്. അവിടുന്ന് ഓരോ ഗൈഡ് കയറും. ഇതുണ്ടാ, ഒരാൾ ഗൈഡാണ്. പാസും കാണിച്ചിട്ട് ഒരാളതെ കയറുന്നില്ലേ. ഗൈഡുണ്ട്, ഗൈഡും ഒരു ഡ്രൈവറും ഉണ്ട്. ബാക്കി ടൂറിസ്റ്റുകൾ. നല്ല അവരുണ്ടല്ലോ, നമുക്കെല്ലാ കാര്യങ്ങളും മനസ്സിലാവത്തുള്ളൂ അല്ലേ. ഗൈഡായിട്ട് ലേഡീസും ഉണ്ടെന്ന് തോന്നുന്നു. അതെ, കയറാൻ നിൽക്കുന്ന ആളാണ് പുള്ളി ഗൈഡാ. ബാഗ് പുറത്തിട്ടിട്ടില്ലേ, അവരെല്ലാം ഗൈഡുമാരാ. ലേഡീസും ഉണ്ട് കേട്ടോ, വനിതാ ഗൈഡും ഉണ്ട്. ഡ്രൈവർമാർക്കെല്ലാം യൂണിഫോമാണ്. കാക്കി പാൻറ്റും കാക്കി ഷർട്ടും. നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേനും തണുപ്പാവും തോന്നുന്നു. എല്ലാവരും സ്വെറ്ററൊക്കെ ഇട്ടിട്ടുണ്ട്. അതെ, ഡ്രൈവർമാരെല്ലാം യൂണിഫോം ഒക്കെ ഇട്ടേക്കുന്നതുകൊണ്ടേ കാണുമ്പോൾ ഒരു രസമുണ്ട് അല്ലേ. അത് ശരിയാ, യൂണിഫോം വേണം, അതാ നല്ലത്. ഇവിടെ ഈ ടൈഗർ റിസർവിൽ ഒരു ടൈഗറിൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ട്. അപ്പോൾ ഇത് വേൾഡ്സ് ടോളസ്റ്റ് സ്റ്റാച്ചു ഓഫ് ടൈഗർ മെയ്ഡപ്പ് ഓഫ് സ്ക്രാപ്പ്. അപ്പോൾ ഈ സ്റ്റാച്ചുവിന് 17.5 അടി ഉയരവും 8 അടി വീതിയും 40 അടി നീളമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് 10 ടണ്ണ് സ്ക്രാപ്പ് ഉപയോഗിച്ചിട്ടാണിത്
നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ 200 ദിവസം എടുത്ത് ഇവിടുത്തെ ലോക്കൽ ആൾക്കാർ തന്നെ, ലോക്കൽ ആർട്ടിസ്റ്റുകൾ തന്നെയാണിത് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഇത് റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിൻ്റെ ഒരു ബേസ് ചെയ്തിട്ടാണ് ഇവർ, ആ ഒരു മിഷൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സ്റ്റാച്ചു നിർമ്മിച്ചിരിക്കുന്നത്. കുറേ കമ്പിയും ഷീറ്റും അങ്ങനെ ഓരോ സാധനങ്ങളും കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത്. കറക്റ്റ് കടുവ പോലെ തന്നെ ഇരിക്കുന്നത്. ദൂരെ നോക്കിക്കഴിഞ്ഞാൽ ഇത് സ്ക്രാപ്പ് വെച്ച് നിർമ്മിച്ചതെന്ന് പോലും പറയില്ല. അതുപോലെ ഇതിൽ ഇഷ്ടം പോലെ വണ്ടിയുടെ പാർട്സ് ഉപയോഗിച്ചിട്ടുണ്ട്. അത് സ്കോർപ്പിയോടെയൊക്കെ പാർട്സൊക്കെ ഉപയോഗിച്ചതിൻ്റെയൊക്കെ നെയിം ബോർഡ് ഉണ്ട് അവിടെ. ഋഷഭ് കശ്യപ് എന്ന ആളുടെ നേതൃത്വത്തിലാണ് ഈ സ്റ്റാച്ചു നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു വണ്ടിയിൽ 6 പേരാണ് പോകുന്നത്. അപ്പം 6 പേർക്കുള്ള ടിക്കറ്റ് ചാർജ് ചെയ്ത് 1370 രൂപ. ഇത് പിന്നെ വണ്ടിയുടെ ചാർജ് 3500 രൂപ, ഗൈഡ് ഒരാൾ 800 രൂപ, ടോട്ടൽ 5670 രൂപ. അപ്പോൾ നമുക്ക് ടിക്കറ്റ് കിട്ടും. അവിടെ ഗൂഗിൾ പേയും ചെയ്യാം, ക്യാഷും കൊടുക്കാം. അപ്പോൾ ടിക്കറ്റ് കിട്ടി. ഇന്നാച്ച വരാം. ലോക്കർത്തി വലിയ വണ്ടി തന്നെ കിട്ടി. ഈ പെഞ്ച് ടൈഗർ റിസർവിൽ ഇവിടെ ഈ ഭാഗത്തൊരു 4 ഗേറ്റ് ഉണ്ട്. ഇതേപോലെ 4 സ്ഥലത്തു നിന്നുണ്ട്. മഹാരാഷ്ട്രയിൽ ഒരു സ്ഥലം ഇതേപോലെ തന്നെ ജംഗിൾ സഫാരി കൊണ്ടുപോകുന്നത്. ആ കിടന്ന വണ്ടികളെല്ലാം പോയി. നമ്മളാ ലാസ്റ്റ്. നമുക്ക് ടിക്കറ്റ് കിട്ടുകയില്ലായിരുന്നു. പിന്നെ സാറിനെയൊക്കെ കണ്ട് റിക്വസ്റ്റ് ചെയ്താണ് ടിക്കറ്റ് അഡ്ജസ്റ്റ് അറേഞ്ച് ചെയ്ത്. എന്നുവെച്ചാൽ ഇത്രയും ദൂരെ നിന്നൊക്കെ വരിക എന്നൊക്കെ പറഞ്ഞൊക്കെ ഏക്കാലും സെറ്റായി. ഈ മരം കണ്ട ഏതാന്ന്? മഹുവാട്രി ആയത്, നമ്മുടെ കള്ളുണ്ടാക്കുന്നേ. അപ്പം നമ്മുടെ ഗൈഡ് ലേഡിയാന്ന് തോന്നുന്നു. അതെ, ഇതിൽ മൊത്തം ലേഡികളും ആണല്ലോ, അതുകൊണ്ട് അല്ലേ? അതുകൊണ്ടായിരിക്കും നമുക്ക് ലേഡി ഗൈഡിനെ കിട്ടി. ഒരു ഗൈഡ് കയറി. ഗൈഡിന്റെ സീറ്റ് അതാ ഏറ്റവും ബാഗിൽ ലെഫ്റ്റ് സൈഡ്. അപ്പോൾ നമ്മൾ പെഞ്ച് ടൈഗർ റിസർവിലേക്ക് കയറുക. അതെ, അവിടെ ഒരു വെള്ളക്കുപ്പി ആരോ ഇട്ടിരുന്നായിരുന്നു വഴിയിൽ. അപ്പോൾ പുള്ളി അത് ഇറങ്ങി അതെടുത്താ. അപ്പം നമ്മളോട് ചേച്ചി പറഞ്ഞു തരുമായിരുന്നു, ഇവിടെ എല്ലാവരും വരുമ്പോൾ പറയും ഇങ്ങനെ വേസ്റ്റ് ഒന്നും എവിടെ കൊണ്ടേ ഇടരുത്, അപ്പം അങ്ങനെ പൊല്യൂഷൻ ഒന്നും അങ്ങനെ അലവ് ചെയ്യാറില്ലെന്ന് ഇവരിങ്ങനെ വേസ്റ്റും കൊണ്ടിടുന്നു. പക്ഷേ ഇങ്ങനെ ചിലരിങ്ങനെ എന്നാലും കൊണ്ടുവന്നിടും. ഈ പാറയിലൊക്കെ ഒരു വെള്ള കളർ ഒരു ഇത് കാണില്ലേ, ഒരു ചെടി പോലെ ചെറുത്, ഈ കാണുന്ന മരം ഇല്ലേ, ഇതാണ് കോസ്റ്റ് ട്രീ എന്ന് പറയുന്നത്. നമ്മളിപ്പോ കണ്ട മരം ഇല്ലേ, അതിന് 3 സീസണിലും 3 കളറാണ്. ഇപ്പൊ റെയിനി സീസൺ കഴിയുമ്പോൾ അതിനൊരു ലൈറ്റ് പിങ്കും, വിന്റർ ആകുമ്പോഴത്തേക്ക് അതിനൊരു ലൈറ്റ് ഗ്രീനും, സമ്മർ ആകുമ്പോൾ ഒരു ലൈറ്റ് യെല്ലോ കളറും അതിന്. ഒരു മരത്തിൽ 3 എണ്ണം. 3 മരം ഒന്നിച്ചായി ഇതുണ്ട്. ഇത് മുതലയുടെ ആ തോലില്ലേ, അതുപോലെ ഇരിക്കുന്ന ഈ മരത്തിന്റെ ആ ഒരു തടി. ഈ മരത്തിന് ഇവിടെ ട്രൈബൽസ് പൂജിക്കുന്നതിന് ദൈവത്തിനെ പോലെ കാണുന്നത്. തേക്ക് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ നമ്മുടെ അവിടുത്തെ അത്രയും വണ്ണമുള്ള തേക്കല്ലെന്നുള്ളൂ, ചെറിയ തേക്കുകളാണ്. കാനനച്ചോല, കാട്ടരുവി. അതന്നെ. ഇവിടെയൊക്കെ മൃഗങ്ങൾ വെള്ളം കുടിക്കാനൊക്കെ വരുന്ന മണലിനകത്തൊക്കെ കാൽപ്പാടുകളുണ്ട്. ഇവിടെ ഇതൊക്കെ തുളസിയാന്ന് പറഞ്ഞു. ഇതൊക്കെ നമ്മുടെ അവിടുത്തെ വനത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്. കാട്ടു തുളസി. മേരാ ഗാവ് മേ ബഹുത്. അതെ, അതൊരു കിളി. അത് കണ്ടോ, തലതിരിഞ്ഞ. അത് കണ്ടോ, ഉണങ്ങിയ ഇത് കണ്ടോ, ഉണങ്ങിയ അത് കണ്ടോ, ആ മരം കണ്ടോ? അതെ, കണ്ടോ, അത് തത്തയാ. അവരെ അലക്സാണ്ടർ എന്നല്ല പറഞ്ഞ, ലെജൻഡർ എന്നാ പറഞ്ഞ. അതെ, അത് അലക്സാണ്ടർ തന്നെയായിരുന്നു. എന്റെ ചെവിയുടെ തെറ്റല്ല. ഞാൻ ഓർത്ത് ലെജൻഡർ ഞാൻ കേട്ടോ. ഞാൻ ഓർത്ത് 2 സിമിലർ ആയിട്ട് ഞാൻ കേട്ടെന്റെ ആണോ. അലക്സാണ്ടർ പാരാക്കിഡ് എന്നാണ് അതിന്റെ പേര് ഇവര് പറഞ്ഞത്. 2-3 ഇനം ഉണ്ട് അത് കൂട്ട്. പച്ച മലയാളത്തിൽ പറഞ്ഞ തത്ത. തത്ത പോലെ തന്നെ ഇരിക്കുന്നത്, പച്ചത്തത്ത. ഈ സൈഡിൽ നിൽക്കുന്ന എല്ലാം തേക്കാ കൂടുതലും. തേക്ക് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ നമ്മുടെ അവിടുത്തെ അത്രയും വണ്ണം ഉള്ളതില്ല, ചെറിയതാ. അതെ, എന്നാ പീലിയും കൂടെ വിടർത്തുമായിരുന്നെങ്കിൽ. ഇതിന് വലിയ പേടിയൊന്നുമില്ല കേട്ടോ. എല്ലാരും വിടർത്തണ പെൺമയിലിനെ കാണണം. അത് ശരിയാ. പ്രതീക്ഷയ്ക്ക് വകയില്ല നമുക്ക് പോകാന്ന. അതിനകത്ത് മാനുണ്ട്. അതല്ലേ കുരങ്ങന്മാർ എത്രയാന്ന് നോക്കിയേ. ഡിയർ കുറേ ഉണ്ട് കേട്ടോ, മാൻ കുറച്ചുണ്ട്. അതിനകത്ത് കാണത്തില്ല എത്ര നല്ലപോലെ.
ഈ സിംഹവാലൻകുരങ്ങില്ലേ, ഈ കടുവ അങ്ങനെയുള്ള ജീവികളൊക്കെ നടന്നു പോകുമ്പം ഇതുങ്ങളൊരു സൗണ്ട് ഉണ്ടാക്കും. അപ്പൊ ഇവർക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെ പോകുന്നതിനെ പറ്റി സിഗ്നൽ കിട്ടുന്നത്. അതെ, ഇപ്പം കാര്യം വലിയ ടൈഗർ റിസർവ് ഒത്തിരി വ്യാപിച്ചു കിടക്കുന്ന ഒരു സംഭവമാണ് മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലുമായിട്ട്. ഇതുവരെ ഒരു ടൈഗറിനെ പോലും നമ്മൾ കണ്ടില്ല. പക്ഷെ നമ്മളെ വഴിയെ ഇങ്ങനെ പോകുമ്പോ ഓർക്കും ഇതിനകത്തല്ലേ ടൈഗറൊക്കെ ഇത്ര ഇതല്ലേ നീ കടുവയെ കണ്ടില്ലെങ്കിലും കാൽപ്പാട് കാണാം. അതെ ഇതല്ലേ കാൽപ്പാടാ. ഇതേ ഈ ഡിസംബർ ആയപ്പോഴേ ഇവിടെ വെള്ളമൊന്നും ഇല്ലല്ലോ. വെള്ളമൊക്കെ പറ്റി. ഇനി മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോ എന്തായിരിക്കും? അതെ, പക്ഷെ അവിടെയൊക്കെ അപ്പുറം ഒരു ലേക്ക് പോലെ കുറെ വെള്ളം കെട്ടി കിടപ്പുണ്ടായിരുന്നു. വേനൽക്കാലത്ത് വരുവാണെങ്കിൽ വെള്ളം കുടിക്കാൻ വരുമായിരിക്കും എല്ലാവരും. മൃഗങ്ങൾക്കറിയാം ഈ സമയത്ത് ഇവർ ഇറങ്ങുന്ന മനുഷ്യരിറങ്ങുന്ന സമയം. അതെ, 3 മണി തൊട്ട് 6 മണി വരെ അവര് ആ സമയത്ത് ഇറങ്ങില്ല. അതുകൊണ്ട് അവരകത്ത് കയറിയിരിക്കുന്നത്. അവിടെ സോളാർ പാനൽ വെച്ചിരുന്ന കണ്ടില്ലേ, അവിടെ കുഴൽക്കിണർ അടിച്ചിട്ടുണ്ട്. അപ്പൊ ഈ വേനൽ സമയങ്ങളിൽ നീ ഇപ്പൊ ചോദിച്ചില്ലേ ഇവർ എങ്ങനെ വെള്ളം കുടിക്കുന്നു, അന്നേരം ഇവര് വെള്ളം അടിച്ചിടും അവിടെ. അതാ ഞാൻ പറഞ്ഞത്, അത് ഫോറസ്റ്റുകാർ തന്നെ ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ അവിടെയൊക്കെ ഉണ്ട്. നമ്മളെന്നാ ഒരിടത്ത് പോയപ്പോ കണ്ടില്ലേ ഇത് കെട്ടിയിട്ടേക്ക് നമ്മുടെ ഒഴി വരുന്ന നദിയിൽ തന്നെ ഇങ്ങനെ ഉണ്ടാക്കിയേക്കുന്നതല്ലേ കുഴിച്ചുകുളം പോലൊക്കെ. ഇത് ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. ഉണ്ടോ? പേടിയാണോ? ഭയങ്കര സ്പീഡാ. ആരായിരിക്കും? വാലയുണ്ടോ? സിംഹവാലൻ കുരങ്ങ്. ഇതേ ഇപ്പം മയിലും ഈ കുരങ്ങനും ഒക്കെ ഉള്ളെന്ന് തോന്നുന്നു. ഇവിടെ ക്യാമറ വെച്ചിട്ടുണ്ട്, 2 സൈഡിലും ഓരോ ക്യാമറ വെച്ചേക്കുന്നത്. അപ്പോൾ ഉണ്ടല്ലോ, ഈ ഏരിയയിലൊരു കടുവയുണ്ട്. അപ്പോൾ അത് ഈ 2 മാസം മുന്നേ അത് പ്രസവിച്ച് 5 കുഞ്ഞുങ്ങളുണ്ടായി. അപ്പോൾ പൊതുവെ ഈ ഏരിയയിൽ 5 കുഞ്ഞുങ്ങളുള്ള വേറെ അധികം കടുവകളൊന്നുമില്ല. ഇപ്പോൾ 2 മാസമായി. അപ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കാൻ വേണ്ടി അതുവഴി പോകുമ്പോൾ പാസ് ചെയ്യാൻ വേണ്ടി നിരീക്ഷിക്കാൻ വേണ്ടി ഇപ്പോൾ ഈ ക്യാമറയൊക്കെ വെച്ചേക്കുന്നത്. മൊത്തം പെഞ്ചിൽ 123 ടൈഗേഴ്സ് ഉണ്ട്. 4 വർഷം കൂടുമ്പോൾ ഇവര് സെൻസസ് നടത്തുന്നുണ്ട്. ഈ ഡിസംബർ 1 തൊട്ട് 7 വരെ നടത്തി. അല്ല 7-ാം തീയതി തീർന്നു. അപ്പോൾ അതിലിപ്പം മൊത്തം 123 ടൈഗേഴ്സ് ഉണ്ട്. ഈ കടുവയുടെ പേരെന്താ? ജുഗിനി. 5 കുഞ്ഞുങ്ങളുള്ള കടുവയുടെ പേര്. 5 कप्स है उसके अभी. ഇപ്പം 5 കുഞ്ഞുങ്ങളുണ്ട്. अभी हमारा गेट बहुत फेमस होने वाला है कप्स को लेके. बहुत कम, मतलब ऐसा कम होता है कि 5 कप्स. ഇപ്പം ഇവിടെ അതുകൊണ്ട് ഭയങ്കര ഫേമസ്. അങ്ങനെ എല്ലായിടത്തും 5 കുഞ്ഞുങ്ങളുണ്ടെന്ന് ഭയങ്കര റയറാ. ഈ കടുവയ്ക്ക് ഈ പേരൊക്കെ ഇട്ടതാരാണ്? മലയാളം ചോദിച്ചാൽ who named the tiger? जुगनी. कौन? टाइगर इसका नाम है यहाँ पे. नहीं कौन? अच्छा, कौन देता है कौन ना? देता है ना? जैसे टाइगर को जो हमारा फॉरेस्ट डिपार्टमेंट है वो कोड देता है. जैसे कोड T1, T2, 30, 50 ऐसा कोड देते हैं. पर जो लोकल जो नाम होता है टाइगर का वो हम लोग रखते हैं उसको. उसकी जो आदतें स्ट्राइप वगैरह को देख के, जैसे हमारे यहाँ F मार्क है, A मार्क है, P मार्क है, बिंदु, जुगनी, ऐसा ना तो उनकी जो आदत और जो बॉडी पर स्ट्राइप रहता है उनको देख के हम उनका नाम देते हैं उनको. എല്ലാവർക്കും ഒരേപോലത്തെ ബോഡിയുടെ ഒരു വരയല്ല വന്നേക്കുന്നത്. ഓരോ ഡിസൈൻ ആയിരിക്കും അപ്പൊ അതനുസരിച്ച് ഇവർ തന്നെ പേരിടുന്ന. ഓരോ ടൈഗർ. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെ പേരിടുന്ന. ജോഗിനിയും കുഞ്ഞുങ്ങളെയും കൂടെ കാണുമായിരുന്നെങ്കിൽ, പിള്ളേരെയും കൂടെ കാണുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. രാമക്കുട്ടിക്ക് സന്തോഷമായേനെ. അതെ. ഓ, അപ്പൊ മലയാളിയുണ്ട്. മക്കളൊക്കെ അപ്പുറയാണോ? അത് മിക്കവാറും കേരളത്തിൽ നിന്ന് വന്നായിരിക്കും ബിന്ദു. ओ बिंदु टाइगर है ना, बिंदु अपना केरला वाला लेडीज का नाम है. और मैं सोचा वो केरला से आया रहेगा. बिंदु टाइगर का नाम है. उसका जो पीछे का जो पेन पे ऐसा बिंदु करके बना हुआ है. उसका नाम बिंदु रखते हैं. പൊട്ട്. ആ ബിന്ദു എന്ന് പറഞ്ഞേ ഏതോ അതിന്റെ ഒരു टाइगर को स्ट्राइप होता है ना. पेन का जो हिस्सा होता है वो वाइट होता है, उसमें स्ट्राइप नहीं होता. और वहां पे ऐसा काला बिंदु है. ആ കറുത്ത ഇത് പൊട്ടുണ്ട്, അതുകൊണ്ടാ ബിന്ദു എന്ന് പറഞ്ഞത്. നല്ല പേരാല്. ഇവിടെ മുഴുവൻ ഇല്ലിക്കാട്. അതൊക്കെ ഇല്ലി മാത്രമേ ഉള്ളൂ. ഇതിന്റെ ഇടയിലൊന്നും കിടന്നാലും കാണത്തുമില്ലല്ലോ. പക്ഷെ ഇവിടെ ആന കുറവാ. ആന ഇല്ലെന്നാ പറഞ്ഞത്. എല്ലാരും കുറവല്ലേ? ആരെയും കുറവാന്നിട്ടൊന്നും അല്ല. ഇതിലേ 20% ഈ പെഞ്ച് ടൈഗർ റിസർവിന്റെ 20% ഈ സവാരിക്ക് വേണ്ടി അനുവദിച്ചിട്ടുള്ളൂ. ബാക്കി ഒരിടത്തും ആർക്കും കയറാൻ പറ്റിയല്ല. ഫോറസ്റ്റ് ഗാർഡാ പെട്രോളിങ്ങിന് പോകുന്ന സൈക്കിളിൽ. കടുവ ഉണ്ടോന്ന് ചോദിച്ചു. അതെ. ടൈഗർ ടൈഗർ ടൈഗർ
ഇനിയിപ്പം ജുഗിന് ജുഗിനി 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 ഇല്ലെങ്കിൽ ബിന്ദുവെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചേ. അതെ ജുഗിനി ഓർ ബിന്ദു. ടൈഗറിന് ഹിന്ദിയിലെ ബാഗ് എന്നാ പറയുന്നത് കേട്ടോ, ഓർക്കാൻ എളുപ്പമുണ്ട്. അതല്ലേ കയ്യിലിരിക്കുന്നേ ബാഗ്. വൈകുന്നേരം ആയപ്പോൾ നല്ല തണുപ്പായി. ഒരു കടുവ പേരിന് ഒരെണ്ണത്തിനെ പോലും കണ്ടു. വനത്തിൽ കൂടെ മൊത്തം റോഡാണല്ലോ. ഇവിടെ എല്ലാം തൈ വെച്ചേക്കുന്ന അതേക്കന്. ആ പ്ലാന്റ് ചെയ്താ. അതുണ്ട് പാറക്കല്ലാ കിടക്കുന്ന മൊത്തം വെളുത്ത് വെളുത്ത് കാണുന്നേ. മറ്റേ വെള്ളാരം കല്ലില്ലേ, ആ ആ സൈസ് കല്ല. ആ കണ്ടോ ഇവിടെ എല്ലാം ഉണ്ട് അങ്ങനെ പൊട്ടിച്ചു കൊണ്ടിട്ടേക്കുന്ന പോലെ ഉണ്ടല്ലേ, വാരി വിതറിയേക്കുന്ന പോലെ. വണ്ടി വന്നപ്പോഴത്തേന് എല്ലാരും ഓടി. പാലും പൊക്കി പിടിച്ചു വയ്ക്കുന്നത്. എത്ര പേരാ മുന്നേ പോയ വണ്ടികളൊക്കെ തിരിച്ചു വരാൻ തുടങ്ങി. മഴക്കാലത്ത് വരുവാണെങ്കിൽ നല്ല രസമായിരിക്കും അല്ലേ, നല്ല പച്ചപ്പായിരിക്കും. അന്നേരം ഇച്ചിരി നിബിഡ വനമായിട്ട് തോന്നും. നല്ല രസമായിരിക്കും, പച്ചപ്പമായിരിക്കും നല്ല. നമ്മളെ വേറൊരു സ്ഥലത്തെത്തി, വേറെ ഒരു ഗേറ്റായത്, തെലിയ ഗേറ്റ്. തെലിയ ഗേറ്റ് പെഞ്ച് ടൈഗർ റിസർവ് സിയോനി. ഇവിടെ ഉണ്ടല്ലോ ഇഷ്ടംപോലെ വണ്ടികൾ. തെലിയ ഗേറ്റിൽ വന്ന വേറൊരു ഏരിയയിലേക്ക് നമ്മൾ ആ സൈഡിലൊന്നും കണ്ടില്ല, ഇനി നമുക്ക് ഈ സൈഡിൽ നോക്കാം. ഇത്രയും വണ്ടികളും ആൾക്കാരും ഒക്കെ കൂടെ ചെല്ലുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും മൃഗങ്ങളെല്ലാം ഉള്ളിലേക്ക് പോവല്ലേ അല്ലേ? അതെ, ഇതിന് നമ്മൾ ഇവിടെ വരെ കൊണ്ടൊന്ന് തിരിച്ചു പോകണം. നല്ല തണുപ്പും കാറ്റും. രാമക്കുട്ടിക്കാണെ ഭയങ്കര തണുപ്പ്, ഒരു സ്വെറ്റർ പോലും എടുത്തുമില്ല. അതെ അതെ, ഇത്ര ഓർത്തില്ലല്ലോ. അങ്ങനെ ഒരു മൃഗത്തിനെ കണ്ടല്ലേ. അതെ അതെ അതെ, മറ്റേ നീൽഗായാണോ? നീൽഗായ. അതെന്താ ആലോചിച്ചോണ്ട് നിൽക്കാണല്ലോ. ഇങ്ങോട്ട് അടുത്തോട്ട് വരുവായിരുന്നെങ്കിൽ അവിടെ നിന്ന കാണത്തോടെ ഇല്ലല്ലേ. അതാണ് നിൽക്കുന്നത്. ആ അതെ നിൽക്കുന്നത് നല്ല ആളെയാണ്. കണ്ടോ രാമക്കുട്ടി, കണ്ടോ? അത് കാട്ടിലെ പശു, കണ്ടോ? കാട്ടിലെ പശു അത് കണ്ടോ, മരത്തിനടുത്ത് നിൽക്കുന്നുണ്ടോ? വാലൊക്കെ കണ്ടോ, കുഞ്ഞു വാല്. ഇവിടെ നീൽഗായ ഉണ്ട്. നീൽഗായ കുഞ്ഞുങ്ങളുണ്ട്, 2 പേരുണ്ട്, 3 പേരുണ്ട് മൊത്തം. പുള്ളിക്കാരുടെ പേരെന്നായിരിക്കും? ആ ഇതിന്റെ പേരെന്നാണ്, ഒരു പേരിട്ടില്ലെന്ന് തോന്നുന്നു. പറഞ്ഞവരൊന്നും അല്ല. ഇത് നമ്മള് രാജസ്ഥാനിലൊക്കെ വഴിയിൽ എപ്പോഴും കാണാം. അതെ, തൊട്ടടുത്ത് കാണാം. കാട്ടിലെ പശു അത് നീൽഗായ്. നമ്മള് മ്ലാവെന്നൊക്കെ പറയാം. അത് ഒരുപാട് ഇനമുണ്ട് കേട്ടോ. എല്ലാരും തണുത്ത് മരച്ചിരിക്കുക. അവിടെ മാൻ ഇഷ്ടം പോലെ നിൽക്കുന്നത്. മാൻ നിൽക്കുന്നുണ്ടോ? കുട്ടിയാന്ന് തോന്നുന്നു നോക്കി നിൽക്കുന്നത് കണ്ടോ. അതെ, സവാരിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു പോരുന്നുണ്ട്. അതായത് നമ്മൾ തിരിച്ചെത്തി. അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ വണ്ടിയുടെ അടുത്തെത്തി. തണുക്കുന്നവരെല്ലാം പെട്ടെന്ന് ഇന്ന് വണ്ടിയെ കയറിക്കോ, എല്ലാ തണുപ്പും പോയിക്കോളും. അപ്പോഴേ നമ്മൾ പൈസ എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ ഫോറസ്റ്റിൻ്റെ പൈസ മാത്രം, ടിക്കറ്റിൻ്റെ പൈസ മാത്രം അവിടെ കൊടുത്താൽ മതി. ബാക്കി വണ്ടിക്കൂലി 3500 വണ്ടിയുടെ ആൾക്കും, ഗൈഡിന് 800 ഗൈഡിൻ്റെ കയ്യിലും കൊടുത്താൽ മതി. അങ്ങനെയാണോ? അങ്ങനെ 3500 രൂപ വണ്ടിക്കൂലി. അതെല്ലാം ഫോറസ്റ്റിൻ്റെ അണ്ടറല്ലേ, എല്ലാം അവരുടെ ഇതിൽ ആണ്. അല്ലാതെ വണ്ടിയെല്ലാം ഓരോ വേറെ വെളിയിലുള്ള ആൾക്കാരുടെ. അപ്പോൾ അത് നമ്മൾ ചെറിയൊരു കറക്കമൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ശരിക്കും നമ്മൾ ഈ NH44 നിന്ന് ശരിക്കും ഒരു 1 കിലോമീറ്റർ ഉള്ളിലോട്ട് കയറി വന്നാൽ മതി. പിന്നെ അവിടെ വരുന്ന വഴിക്ക് നമുക്ക് ബോർഡ് കാണാം ഒരുപാട്, ഓരോ ഗേറ്റിൻ്റെ. അപ്പോൾ അതെ, കടുവയെ കണ്ടില്ലെന്നുള്ള വിഷമം വേണ്ട അല്ലേ? അതെ അതെ അല്ലേ, വലിയ കടുവ നിൽക്കുന്നത്. ജസ്റ്റ് 1 കിലോമീറ്ററേ ഉള്ളൂ ഹൈവേയിലെത്തി നമ്മൾ. നമുക്ക് ഈ സർവീസ് റോഡ് വഴി അങ്ങ് പോയാൽ മതി. കവാസ. അപ്പോൾ ഇവിടുന്ന് എന്തെങ്കിലും സാധനമൊക്കെ മേടിക്കാം കേട്ടോ. നമുക്ക് എവിടെ നിർത്തി എന്നാൽ ചിക്കൻ കറി വെക്കാം അല്ലേ? ഏതാ ഇന്ന്? കരിങ്കോഴിയോ? കരിങ്കോഴി കറി വെക്കാം. ആ, നാടൻ കോഴി അവിടെ നിൽക്കട്ടെ. അതെ, സവോള എടുത്ത് പുറത്ത് നിന്ന് പൊളിച്ചരിഞ്ഞിട്ട് വരാം. ഇല്ലെങ്കിൽ ഇതിനകത്ത് കണ്ണ കയറും. ഏന്ന് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ പൊളിച്ചോ, ഇതിനകത്തോട്ട് പൊളിച്ചിട്ടോ, എന്നിട്ട് വെളിയിലോട്ട് കളയാം. തണുക്കുന്നു.
തണുപ്പുണ്ട്. എനിക്ക് വലിയ പ്രശ്നമില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നാടൻ കരിങ്കോഴിക്കറിയാണ്. അപ്പം നമുക്ക് നല്ലപോലെ കഴുകിയെടുക്കാം. കരിങ്കോഴിയുടെ ഇറച്ചി കണ്ടോ, നല്ല കറുത്തിരിക്കുന്നു. അപ്പോഴേ ഇതൊരു 1 കിലോ മിച്ചമേ ഉള്ളൂ. സവോളയൊക്കെ എല്ലാം അരിഞ്ഞു, ചിക്കനും കഴുകിക്കൊണ്ട് വന്നു. ജനറേറ്റർ ഓണാക്കി, ഇത് ഓണാക്കാം, ഫാൻ ഓണാക്കട്ടെ. അപ്പോൾ ഇന്ന് നമ്മൾ ഹൈവേയുടെ സൈഡിൽ വണ്ടിയൊക്കെ ഒതുക്കിയിട്ടിട്ടാണ് കുക്ക് ചെയ്യുന്നത്. കടുകൊക്കെ ഇട്ടു, വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക്, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം കൂടെ ഒന്നിച്ചിട്ട് തീർക്കുകയാണോ? പെട്ടെന്ന് പണി തരുമല്ലോ. കറിവേപ്പിലേ വീട്ടിലെ കറിവേപ്പയെന്ന് പറിച്ചുകൊണ്ട് വന്നതാണ്. ഇതിങ്ങനെ ചില്ലുകുപ്പിക്കകത്ത് ഇട്ട് വെക്കുകയാണെങ്കിൽ കുറേ ദിവസം ഇരുന്നോളും. അതെന്താ നന്നായിട്ട് പൊട്ടിത്തെറിക്കാൻ? അതിപ്പോൾ കുറച്ച് നേരം ആയില്ലേ, ഇതൊക്കെ ഇട്ടില്ലേ ഇതിനകത്തതാ. എണ്ണയ്ക്കകത്തോട്ട് അത് ഇടുവാണെങ്കിൽ പൊട്ടിത്തെറിക്കാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വഴന്നു വന്നിട്ടുണ്ട്. നമുക്ക് സവോളയും കൂടി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പൊക്കെ ഇട്ടിട്ട് ഇളക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് വഴന്നു വന്നോളൂ. ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയൊക്കെ നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അത് സൈഡിലേക്ക് നീക്കി വെച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നതിന് നമുക്ക് അതേ പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല. നമ്മുടെ പൊടിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കരിങ്കോഴി ഇട്ട് കൊടുക്കാം. അതിനെ നമുക്ക് ഇളക്കിയിട്ടൊന്ന് മൂടി വയ്ക്കാം. അപ്പോഴേ ഞാനൊരു കുളിയൊക്കെ കഴിഞ്ഞു. ഇതാ സുഖം. വെള്ളത്തിന് തണുപ്പുണ്ടായിരുന്നോ? പിന്നെ തണുപ്പുണ്ടായിരുന്നു, നല്ല തണുപ്പായിരുന്നു. ഹീറ്ററിട്ടോ? ഹീറ്ററിട്ടു, അതുകൊണ്ട് ചൂടുവെള്ളത്തിലാണ് കുളിച്ചത്. അപ്പോഴേ കറി റെഡിയായി. നമുക്ക് കറിവേപ്പിലയൊക്കെ ഇട്ടങ്ങ് വാങ്ങിയാലോ? വാങ്ങിക്കോ. കറിവേപ്പിലയൊക്കെ ഇട്ട് ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം. ഇതേ നാടൻ കോഴി ആയതുകൊണ്ടേ ഇച്ചിരി കട്ടിയുണ്ടെന്ന് തോന്നുന്നു. ഇറച്ചിക്ക് കട്ടിയുണ്ടല്ലേ? അത് കുഴപ്പമില്ല. പിന്നെ കരിങ്കോഴിയല്ലേ, നല്ല ഗുണമുള്ളതല്ലേ. ഗുണമുള്ള സാധനം. അപ്പോൾ അതെ, കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഫുഡ് കഴിക്കുക. നമ്മുടെ കരിങ്കോഴിക്കറിയും കഞ്ഞി. കറിയുടെ ഗ്രേവി നല്ല അടിപൊളി ഗ്രേവിയാണ് അല്ലേ? എങ്ങനെയുണ്ട് ചിക്കൻ കറി? എങ്ങനെയുണ്ട് പൊന്നു? ഗ്രേവി നല്ല കട്ടിയാ. അത് അതന്നെ നാടൻ കോഴി ആയതുകൊണ്ട് വെന്ത് നല്ലപോലെ. അത് നാടൻ കോഴിക്ക് അല്ലെങ്കിലും കട്ടി ഉണ്ടല്ലോ, അതേ ഉള്ളൂ. ചിലപ്പോൾ മൂത്ത കോഴിയായിരിക്കും, അതായിരിക്കും കട്ടി കൂടുതൽ. മൂത്താണേലും ഇളയതാണേലും ഇത് കുഴപ്പമില്ല. കോഴിയൊക്കെ കറി വെച്ച് കഴിച്ച് അടുക്കള അടച്ച് നീ ഇപ്പം പോയേക്കാം. കുറച്ച് ദൂരം അങ്ങ് ഓടാല്ലേ നമുക്ക്? കുറച്ച് ഒരു മണിക്കൂർ ഓടാം. ഇപ്പം കഴിച്ചല്ലേ ഉള്ളൂ. അപ്പം അതുവരെ ഓടിയിട്ട് ഇനി എവിടെയെങ്കിലും ഒതുക്കിയിട്ട് കിടന്നുറങ്ങാം. അപ്പോഴേ പെഞ്ച് ടൈഗർ റിസർവ് തീർന്നിട്ടില്ല, തുടങ്ങിയതേ ഉള്ളൂ. അതെ, കുറേ ദൂരം ഉണ്ട്. അപ്പം നമ്മളിനി ഒരു മണിക്കൂർ ഓടിയിട്ട് 1.5 മണിക്കൂർ ഓടിയിട്ട് എവിടെയെങ്കിലും നല്ല സേഫായിട്ടുള്ള സ്ഥലത്ത് നിർത്തി കിടന്നുറങ്ങാം. ഞാൻ വിചാരിച്ച എന്നാന്നറിയോ, രാത്രി നിർത്തിയപ്പോ രാവിലെ ഇതുവഴി പാസ്സായി പോവാലോ, പകല് പോവാലോ, പകല് നമ്മളപ്പം ഇതിന്റെ അകത്തൂടെ കറങ്ങി. അതെ മധ്യപ്രദേശിന്റെ ബോർഡർ ആയിട്ട് ചെക്ക് പോസ്റ്റാണ്. പക്ഷെ ചെക്ക് പോസ്റ്റ് നിർത്തിയതാ. പക്ഷെ വണ്ടിയെല്ലാം ഇപ്പൊ ഇതിലേ കയറ്റിയാ ഇവിടുന്ന്. ചെക്ക് പോസ്റ്റ് നിർത്തി ഇവിടെ ഒന്നും ഇല്ല താനും. എന്നാലും വണ്ടി അവിടെ മാറ്റിയോ, അവിടെ വണ്ടികൾ നിന്ന് വണ്ടികളെല്ലാം ഇതിലേ കയറ്റിയാ ഇവിടുന്ന്. നമ്മളേ ലക്നൌവിന് വന്നപ്പോ ഇത് ഓപ്പൺ ആയിരുന്നു. അതെ, അത് കഴിഞ്ഞ് നിർത്തിയായിരുന്നേ അല്ലേ? അപ്പറേം വണ്ടികളെല്ലാം പിടിച്ചു നിർത്തി പിരിവുണ്ട്. ഇവിടെ വണ്ടി പിടിച്ച് നിർത്തി കണ്ടോ, പിന്നെയും പിരിവുണ്ട്. ഇതാണ് എങ്ങനെ ഈ നാട് നന്നാവും. അപ്പുറത്ത് വണ്ടി കിടപ്പുണ്ട്, ആർട്ടിയുടെ ലെഫ്റ്റ് സൈഡിൽ, ഈ ലോറി അപ്പുറത്ത്. ചെക്ക് പോസ്റ്റ് നിർത്തിയതാണ്. ബാക്കി ചെക്ക് പോസ്റ്റ് നിർത്തിയ സ്റ്റേറ്റുകളിലൊന്നും ഇങ്ങനെയുള്ള ഒരു സംഭവം ഇല്ല. ഇവിടെ മിക്കവാറും പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട് വണ്ടിക്കാരുമായിട്ട്. അവിടെ പോയി പറഞ്ഞിട്ട് പോനാ. എന്നാ പറഞ്ഞേ? അപ്പുറത്ത് പോയി പറഞ്ഞിട്ട് വരാം. ഞാൻ പോയി പറഞ്ഞിട്ട് വരാം. ശരിക്കും ഈ ചെക്ക് പോസ്റ്റ് നിർത്തിയിട്ടും ഇങ്ങനെ വണ്ടികൾ തടഞ്ഞു നിർത്തി പിരിവെന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ് പറഞ്ഞത്. ഓക്കെ, അല്ല അതുണ്ടോ, അത് മാറ്റണമെങ്കിൽ അവിടെ നേർച്ചയിട്ട് കഴിഞ്ഞാൽ മാത്രമേ നിർത്തുള്ളൂ. കണ്ടോ, ഞാൻ പറഞ്ഞു ഒന്നുമില്ല. അവിടെ ചെന്ന് നമ്മള് അവിടെ ഒരു
മാഡം ഇരിക്കുന്നേ. അപ്പൊ നമ്മള് ചെന്ന് പറഞ്ഞാ മതി പ്രൈവറ്റ് ആണ്, ക്യാമ്പർ വാൻ ആണെന്ന്. വേറൊന്നുമില്ല, പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. എന്തേ ചെക്ക് പോസ്റ്റ് നിർത്തിയത് ഇപ്പൊ എങ്ങനെയാന്നറിയാം, അവരവിടെ ഇത് നോക്കിയിട്ട് അവിടെ ഇരുന്ന് ഓരോ വണ്ടിയുടെ നമ്പർ മൈക്കിലൂടെ ചെറിയായിട്ട് വിളിച്ചു പറയുന്നുണ്ട്. ചെറിയ മൈക്കില്ലേ പൈസ മേടിക്കുന്നില്ലേ? ആ എന്തൊക്കെയുണ്ട്. അതാ പറഞ്ഞേ, അതിന് വേണ്ടിട്ടാ. വേറെ പ്രത്യേകിച്ച് ചെക്കിംഗ് ഒന്നും ഇല്ല. ഇവര് പെർമിറ്റും സാധനങ്ങളും എല്ലാം ആയിട്ട് ചെല്ലാൻ പറഞ്ഞു. അല്ല അതേനെ, ചെക്കിംഗ് അല്ലല്ലോ പ്രശ്നം. ഇത് പെർമിറ്റ് ഉണ്ടല്ലോ ഇല്ലല്ലോ അതൊന്നും ഒരു വിഷയമല്ല. അവിടെ കൊടുക്കാനുള്ള കാര്യം കൊടുത്താൽ ഇതൊന്നും ഒരു വിഷയമല്ല. ഇത് ചെറിയൊരു ചുരവാ. ഇതുണ്ട്, ഇതെന്നാന്നറിയാം, ഇതൊരു ട്രെയിലറാണേ. ഇത് ഈ ആർമിക്കുള്ള സംഭവം, ആർമിക്കുള്ള ട്രെയിലറാ അത്. ഓ അതിന്റെ ലോഡല്ലേ? ആ, അതിലേ വലിയ വലിയ മെഷീനറികളും പിന്നെ യുദ്ധസാമഗ്രികളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ട്രെയിലറാണ്. അപ്പോൾ അതേ ചുരം കയറി നമ്മൾ മുകളിലെത്തി. ചെറിയൊരു ചുരമായിരുന്നു. ഇതൊക്കെ ധാബകളാണ് കണ്ടോ, വലിയ ധാബയാ. എന്ത് വണ്ടിയാന്ന് നോക്കി, എന്ത് ലോറികളാന്ന് നോക്കി. ഇതൊക്കെ എല്ലാം ധാബകളാണ്. ഇവിടെയൊക്കെ കിടന്ന് ഉറങ്ങുന്ന വണ്ടിക്കാരല്ലേ ഇതുണ്ടാ? ആ അതെ, ആ സൈഡൊക്കെ ഉണ്ടാവും. നല്ല തണുപ്പ്, കിടന്നുറങ്ങാൻ നല്ല സുഖം കേട്ടോ. അടുത്ത് കാണുന്ന ഇടയുള്ള എവിടെയെങ്കിലും വണ്ടി ഒതുക്കിക്കോ, നമുക്ക് കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ എടുത്ത് പോവാം. രാവിലെ ഇച്ചിരി നേരത്തെ പോവാം, ഇന്നത്തെ പോലെ ആവാതെ. ഈ ധാബയുടെ പാർക്കിങ്ങിലോട്ട് അങ്ങ് എടുക്കാം, ഇടാം. ഓക്കെ, എല്ലാം ഈ ലോറിക്കാരെല്ലാം കിടന്ന് ഉറങ്ങുന്ന കേട്ടോ. എത്ര വണ്ടി കിടക്കുന്നതെന്ന് നോക്കി. ഇവിടെ അതിനിടയ്ക്കോട്ട് കയറ്റിടാവോ അവിടെ കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ എടുത്ത് പോവാം. അപ്പോൾ ഇതേ ഒരു ധാബയുടെ പാർക്കിങ്ങിൽ നമ്മൾ കൊണ്ട വണ്ടി ഒതുക്കി. ഇവിടെ ഒരുപാട് ലോറികളുണ്ട്. ഇവരെല്ലാം കിടന്ന് ഉറങ്ങുന്ന വണ്ടിക്കാരാണ്. രാവിലെ ഇവരെല്ലാം പോകും. നമ്മളിപ്പോൾ പോലെ കുറേ ലോറികളുടെ അടുത്തായിട്ട് ഇവിടെ നിർത്തി. അത് ഹൈവേ നമ്മളെപ്പോഴും ഇങ്ങനെ രാത്രിയിൽ വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ ഹൈവേന്ന് കുറേ ഉള്ളിലേക്ക് മാറ്റി വണ്ടി പാർക്ക് ചെയ്ത് കിടന്ന് ഉറങ്ങാവുള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ റോഡേ വരുന്ന വണ്ടിക്കാർ വല്ലതും ഉറങ്ങി വരുമൊക്കെ ചെയ്താൽ ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും റോഡിൽ നിന്ന് വിട്ട് വേണം വണ്ടി നമ്മൾ ഇറക്കി വേണം പാർക്ക് ചെയ്യാൻ. ഇനിയിപ്പോൾ കിടക്കാല്ലേ എന്നാ? കിടന്നുറങ്ങിയേക്കാം. തറ പാർട്ടികൾക്കെല്ലാം ടിക്കറ്റ് വിരിക്കാം. അപ്പോൾ നമുക്ക് നാളെ രാവിലെ എണീറ്റ് പോകണം. അപ്പോൾ നമ്മുടെ ഹിമാചൽ രാജസ്ഥാൻ യാത്രയുടെ ബാക്കി കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.